പിന്നെ എൻ്റെ പേര് ബീന. ദാണ്ട നമ്മുടെ വീട്ടിലെ വേറെ ഒരു അംഗമാണ് കേട്ടോ വരാം. എൻ്റെ പേര് ഗ്യാബോൺ എന്നാണ് കേട്ടോ. നമ്മൾ കാബോച്ചാന്ന് വിളിക്കും. ഞാൻ ഇവൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവന് മൂത്രത്തിൽ കല്ലുമൊക്കെ ആയിരുന്നു കേട്ടോ. കുഞ്ഞിന് ഒരുപാട് വയ്യാഴിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ മാറി മരുന്നൊക്കെ കഴിച്ച് എല്ലാം ഭേദമായിരിക്കുക. വെള്ളം കുടിക്കത്തില്ലെന്ന് വെച്ചാൽ വെള്ളം പാത്രത്തിൽ വെച്ചാൽ അങ്ങ് വെള്ളം അതിനകത്ത് കളിക്കും, കുളിക്കും. പക്ഷേ അവൻ്റെ വായിലോട്ട് അവനൊരു ഉരുളി വെള്ളം കുടിക്കത്തില്ല. അതിന് നമ്മളെങ്ങനെയാണെന്നറിയോ, ആഹാരം കൊടുക്കത്തില്ലയോ, രാവിലെ ചിക്കനും ചോറൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്ത് വെള്ളം കൂട്ടി കൊടുക്കും. എന്നിട്ട് അത് കുടിച്ച് പറ്റിച്ച് നമ്മൾ പറയില്ല വെള്ളം മീൻ പിടിക്കാൻ നേരത്ത് വെള്ളം പറ്റിക്കത്തില്ല, അതുപോലെ പറ്റിച്ചിട്ട് അവൻ ആഹാരം കഴിക്കും. അത്രയ്ക്ക് വെള്ളം നമ്മൾ കൊടുക്കും, അല്ലാതെ ഒരു രക്ഷയില്ല. അല്ലേ പിന്നെ നമ്മളിരുന്ന് സിറിഞ്ചിനകത്ത് അവനിങ്ങനെ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കണം. അത് ചിലപ്പം നടന്നെന്ന് വരത്തില്ല. അതിനാണ് ആഹാരത്തിനകത്ത് ഇങ്ങനെ വെള്ളം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഈരിയൊക്കെ കൊടുക്കും. ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ നിൽക്കാം. ഭയങ്കര സ്നേഹം കേട്ടോ. അതുപോലത്തെ പേടിച്ചു തൂടിയാണ്. ഇപ്പോഴും സ്റ്റെപ്പൊക്കെ ഇറങ്ങുമ്പോഴുണ്ടല്ലോ അവൻ സൂക്ഷിച്ചേ ഇറങ്ങത്തുള്ളൂ. അവൻ എങ്ങും വീഴത്തില്ല, ഒന്നുമില്ല. നമ്മൾ ചിലർ കണ്ടിട്ടില്ലേ വളരെ പെതുക്കെയൊക്കെ നടക്കുന്നത്, എങ്ങും ചാടി ഓടി എങ്ങും പോകത്തില്ല. ഭയങ്കര ശ്രദ്ധയാണ് അവന്. മറ്റുള്ളവരൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും വെള്ളം കിടക്കുവാണെങ്കിലും ഓടി അങ്ങോട്ട് ഒന്ന് പോകുമെന്ന് പറഞ്ഞായിരിക്കും വീഴുന്നത്. ഇവൻ പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ ഇവനെ നമ്മളൊരു പൊക്കത്തിലൊന്നും നിർത്തുന്നു. നമ്മൾ അവിടെ നിന്ന് പോയിട്ട് പിന്നെ 4 മണിക്കൂർ ഇതേണ്ട ഇവിടെ നിർത്തി. നമ്മളവനെ എടുത്തില്ല. ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് വന്നാലും അവൻ ആ നിപ്പ് അവിടെ നിൽക്കും. കാരണം അവന് പേടി അവിടെ നിന്ന് അനങ്ങിയാൽ ഞാൻ വീഴുമോയെന്ന്. ഇപ്പം നമ്മൾ പൊക്കത്തിൽ നിന്ന് എടുത്തു വെച്ചുകൊണ്ട് നിന്നാൽ തന്നെ അയ്യോ എന്നെ വിടല്ലേ എന്നുള്ള ഒരു മുഖഭാവം അവന്. ഊഞ്ഞാലെ കയറി നമ്മൾ പിടിച്ചുകൊണ്ടിരുന്ന അവന് പേടിയാണ്. അത് അവന് ആസ്വദിക്കാൻ പറ്റത്തില്ല. കാരണം അവന് നമ്മുടെ മടിയിലിരിക്കുന്നതിൻ്റെ ആ സുഖം അവന് ആസ്വദിക്കാൻ പറ്റില്ല. കാരണം അവന് പേടിയാണ് വീഴുമോയെന്ന്. ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. അതിന് കുടയൊക്കെ അവൻ പിടിച്ചു കൊടുത്തേക്കുക, നിൽക്കുക. പിന്നെ എത്ര നേരം വേണേലും അവിടെ നിന്ന് അങ്ങോട്ടോ കാല് പോലും അനക്കത്തില്ല. അവൻ ആ നിപ്പ് അവിടെ അങ്ങനെ അങ്ങ് നിൽക്കും. ബാക്കിയെല്ലാം അവന് പേടിയാണ്. ഇവർ നമ്മുടെ വീട്ടിൽ 3 പക്കാണ് ഉള്ളത് കേട്ടോ. ഒന്ന് മാക്കപ്പൻ, കാല് വയ്യാത്തവൻ മാക്കപ്പ എന്നാണ് വിളിക്കുന്നത്. ഇവൻ ഗ്യാബോണ. പിന്നെ പ്രായമായ ഡോറ. ഇവന് ആ ചേട്ടനും അനിയനും മാക്കപ്പനും ഇവനും രണ്ടുപേരും ഒരു മുറിയിലായിരുന്നു. അല്ലെങ്കിൽ ആ മാക്കപ്പൻ ഭയങ്കര ബഹളമാണ്. ഇവൻ ചെല്ലുന്നിടം വരെ ഫുഡ് കൊടുക്കാൻ നേരത്ത് മാത്രം രണ്ടുപേരെയും രണ്ടിടത്താക്കും. അല്ലെന്നുണ്ടെങ്കിൽ സ്പീഡിൽ കഴിക്കുന്നവർ മറ്റൊരു ഇവൻ്റെ അടുത്ത് കഴിച്ചിട്ടു. ഇവനൊരു പാവമാണ്. ഇവൻ ഭയങ്കര കെയറിങ്ങുമാണ്, ഭയങ്കര സെക്യൂരിറ്റിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തടുമാടന്മാർ കുറേ പേരുണ്ട്. പക്ഷെ അവന്മാരൊക്കെ തിന്നേച്ച് കിടന്ന് പോത്ത് പോലെ ഉറങ്ങും. പക്ഷെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ കാണാൻ ആരെങ്കിലും വണ്ടി വന്നാൽ ഇവൻ അറിയുന്നത്. ആരെങ്കിലും നമ്മുടെ വീട്ടിൽ വന്നാൽ പോകുന്നിടം വരെ ഇവൻ ഉറക്കം വന്നാലും ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ എന്താ ആരാ ഈ പോകുന്ന, എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നോ എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ്. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയാണ്. പിന്നാണെങ്കിൽ നോക്കിയിരിക്കും. നമ്മുടെ വീട്ടിലെ പണിക്കാരായാലും ശരി, സ്ഥിരമായിട്ട് പണിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അവർ 2 ദിവസം വരാതിരുന്നാലും 3-ൻ്റെ അന്ന് വരുമ്പോൾ ഇവന് കള്ളന്മാരാണ്. കള്ളന്മാർ അങ്ങനെ ഒരു കോരയാണ്. അതുപോലെ തന്നെ നമ്മളോട് ഭയങ്കര സ്നേഹം. സാധാരണ പക്കിന് ഭയങ്കര ഒരു സ്നേഹപ്രകടനം കുറവാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇവന് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. മറ്റുള്ളവരെ ആളിൽ അപേക്ഷിച്ച് ഇവന് ഭയങ്കര സ്നേഹമാണ്. പിന്നെ അസുഖമൊക്കെ വന്നാൽ ഭയങ്കര പേടിയെന്ന് വെച്ചാൽ അവൻ്റെ മുഖത്തത് കാണാൻ പറ്റും. അവനെന്തോ വയ്യ, നമുക്ക് പെട്ടെന്ന് അവൻ എന്തൊരു ചെറിയൊരു വയ്യാഴി വന്നാൽ മറ്റുള്ള ഡോഗിനേക്കാളും ഇവനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കാരണം ഇവൻ പെട്ടെന്ന് അങ്ങ് മുഖമൊക്കെ അങ്ങ് മാറി അങ്ങ് തളർന്ന് ആയിരിക്കും. അവൻ നമുക്ക് മിണ്ടാട്ടമില്ലാതാകും. അല്ലെന്നുണ്ടെങ്കിൽ എന്തൊരു സൗണ്ട് കേട്ടിയാൽ ചില്ലേന്നും പറഞ്ഞ് അങ്ങോട്ട് കൊരയാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇവന് അനക്കമില്ല. അപ്പോൾ ഓർത്താൽ മതി അവൻ എന്തെങ്കിലും അസുഖത്തിൻ്റെ തുടക്കമാണെന്ന്. അങ്ങനെ നോക്കിക്കേ.